ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ ചേരനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹ്യുണ്ടായി പ്രൊമിസിന്റെ വീഡിയോ പരിചയപ്പെട്ടു. ആ ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഏകദേശം ഒരു 50ഓളം വാഹനങ്ങൾ സ്റ്റോക്കുള്ള ഷോറൂം ആയിരുന്നു. അപ്പോൾ നമ്മൾ 2 എപ്പിസോഡായിട്ടാണ് വീഡിയോ ചെയ്തത്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ വാറന്റിയോട് കൂടിയിട്ട് വാങ്ങാൻ പറ്റുന്ന കുറച്ച് വാഹനങ്ങൾ, 0 ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ വാങ്ങാൻ പറ്റുന്ന കുറച്ച് വാഹനങ്ങൾ ഒന്നാമത്തെ എപ്പിസോഡിൽ പരിചയപ്പെട്ടു. ഇന്നത്തെ ഈ ഒരു 2ാമത്തെ എപ്പിസോഡിൽ ആ ഷോറൂമിലത്തെ ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തി തരികയാണ്. മിക്ക വാഹനങ്ങളും ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇത് വെഹിക്കിൾ വരുന്നത് മാരുതി സെലേറിയോ ആണ്. ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ. 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും 77,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ AC, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സെന്റർ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 3,95,000 ആണ്. ഇത് നമുക്ക് മോഡൽ വരുന്നത് സാൻഡ്രോ ആണ്. 2013 ആണ് മോഡൽ വരുന്നത്. GLS ആണ് വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും 88,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഫീച്ചേഴ്സ് വരുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 2 ഡോർ ആണ് വരുന്നത്. അതുപോലെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് വെറും 2 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് വെഹിക്കിൾ വരുന്നത് മാരുതി ഓൾട്ടോ 800 ആണ്. 2019 ആണ് മോഡൽ. LXI ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും 20,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ AC, 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് ഇവയൊക്കെയാണ് വരുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,25,000 ആണ്. ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് മാരുതി ഓൾട്ടോ കേട്ടൺ ആണ്. 2011 ആണ് മോഡൽ വരുന്നത്. VXI ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 1,48,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1,70,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഫോർഡ് ഫിയസ്റ്റ ആണ്. ഡീസൽ മാനുവൽ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം 1,27,000 ആണ് ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1,50,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി സാൻഡ്രോ. 2006 ആണ് മോഡൽ വരുന്നത്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 2029 വരെയും പേപ്പർ വരുന്നുണ്ട്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1,30,000 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. കിലോമീറ്റർ 85,000 ആണ് ഓടിയിരിക്കുന്നത്. ഇത് വെഹിക്കിൾ വരുന്നത് നിസാൻ മൈക്ര ആണ്. 2014 ആണ് മോഡൽ വരുന്നത്. 65,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,25,000 രൂപയാണ്. ഇത് വെഹിക്കിൾ വരുന്നത് മാരുതി ഡിസയർ ആണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം 1,00,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,80,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി i10 ആണ്. 2010 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 33,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1,30,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ടൊയോട്ട എറ്റിയോസ് ലിവ ആണ്. 2011 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 1,40,000 ആണ് ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,80,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി സാൻഡ്രോ ആണ്. 2009 ആണ് മോഡൽ വരുന്നത്. തേർഡ് ഓണർഷിപ്പ് ആണ്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1,20,000 ആണ്. റീടെസ്റ്റ് കഴിഞ്ഞതാണ്. 2029 വരെ പേപ്പർ ഉണ്ട്. ഇത് വെഹിക്കിൾ വരുന്നത് വോക്സ് വാഗൺ വെന്റോ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2017 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 66,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 7,90,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹോണ്ട സിറ്റി ആണ്. 2014 ആണ് മോഡൽ വരുന്നത്. വേരിയന്റ് വരുന്നത് V ആണ്. വെറും 58,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇതിന്റെ ഫംഗ്ഷൻസ് വരുമ്പോൾ AC, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് ഇതെല്ലാം വരുന്നുണ്ട്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5,20,000 ആണ്. കൂടാതെ ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹോണ്ട സിറ്റി ആണ്. 2017 ആണ് മോഡൽ വരുന്നത്. V ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 59,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് AC, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സെന്റർ ലോക്ക്, അതുപോലെ അലോയ്സ് എല്ലാം വരുന്നുണ്ട്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 7,90,000 രൂപയാണ്. കൂടാതെ ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് നിസാൻ മാഗ്നറ്റ് ആണ്. 2023 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും 10,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സർവീസ് ഹിസ്റ്ററിയും അവൈലബിൾ ആണ്. ഇതിന്റെ ഫംഗ്ഷൻസ് വരുമ്പോൾ AC, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക്കൽ സിസ്റ്റം എല്ലാം അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6,70,000 രൂപയാണ്. ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹോണ്ട ജാസ് ആണ്. V ആണ് വേരിയന്റ് വരുന്നത്. 2016 മോഡലായ ഈ വാഹനം 82,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ മാനുവൽ ആണ് വാഹനം വരുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5 ലക്ഷം രൂപയാണ്. ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. പെട്രോൾ മാനുവൽ ആണ്. 2016 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം 76,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5 ലക്ഷം രൂപയാണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹോണ്ട WRV ആണ്. 2018 ആണ് മോഡൽ വരുന്നത്. ഡീസൽ മാനുവൽ ആണ്. VX ആണ് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 89,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്.
ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 7,80,000 രൂപയാണ്. ഇത് വെഹിക്കിൾ വരുന്നത് മാരുതി എസ് ക്രോസ് ആണ്. 2017 ആണ് മോഡൽ വരുന്നത്. ആൽഫയാണ് വേരിയന്റ്. 1.6 ആണ്. ഡീസൽ മാനുവൽ ആണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 1,40,000 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ AC, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ, അലോയ്സ് എല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം അവൈലബിൾ ആണ്. ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6,20,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് മാരുതി ബലേനോ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 2019 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 95,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെന്റർ ലോക്ക്, അലോയ് വീൽസ് എല്ലാം വരുന്നുണ്ട്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6,30,000 ആണ്. ഇത് വെഹിക്കിൾ വരുന്നത് ഹോണ്ട സിറ്റി ആണ്. 2015 ആണ് മോഡൽ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം 94,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ AC, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക്കൽ സിസ്റ്റം ഇതൊക്കെയാണ് വരുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6 ലക്ഷം രൂപയാണ്. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ 15-നുള്ളിൽ വാഹനം എടുക്കുന്നവർക്കായി നിരവധി ഓഫറുകളാണ് കാത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് എറണാകുളം ചേരാനെല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലാണ്.